ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 kg കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടത് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ വെള്ള നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഈ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്ന പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇത് നന്നായിട്ടൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ലോ സ്പീഡിലിട്ടും പിന്നെ ഹൈ സ്പീഡിലിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കടയിൽ കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് കേക്ക്. ഒരുപാട് വില കൊടുത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ പാത്രം ഒന്ന് ചരിച്ച് പിടിച്ച് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫിയായി വരണം. അതുവരേക്കും നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിലേക്ക് ഞാൻ 250 ml പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് കപ്പിലാണോ മൈദ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ പൊടിച്ച പഞ്ചസാരയും നമുക്ക് ആവശ്യമാണ്. എങ്കിലേ കറക്റ്റ് മധുരം കിട്ടുള്ളൂ. പിന്നെ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന മൈദ, മുട്ട, ബട്ടർ എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ച ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കരുത്. എങ്കിലും കേക്ക് നന്നായിട്ട് കിട്ടില്ല. കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മെഷർമെൻ്റ് ആണ്. അത് കറക്റ്റ് ആയാൽ മാത്രമേ ഒരു കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. എന്തായാലും മെഷറിംഗ് സ്പൂണും മെഷറിംഗ് കപ്പും എല്ലാവരുടെയും വീട്ടിൽ ഇത് ആവശ്യമായ ഒരു സാധനം തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതിയാകും. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ എല്ലാവരും ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാനിവിടെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി ഒരുമിച്ച് ബീറ്റ് ചെയ്യാത്തത് ഒരിക്കലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടില്ല. അങ്ങനെ ഒരുമിച്ച് ബീറ്റ് ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നതെങ്കിൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനങ്ങനെ ചെയ്തിട്ട് ശരിയായില്ല. അതുകൊണ്ടാണ് ഒരുമിച്ചിത് ബീറ്റ് ചെയ്താൽ ഇതുപോലെ ഫ്ലഫി ആയി കിട്ടില്ല. അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന മുട്ടയുടെ മഞ്ഞയാണ്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വിനെഗറും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്തായാലും മുട്ടയുടെ വെള്ള പോലെയല്ല, മഞ്ഞയ്ക്ക് ഒരു ബാഡ് സ്മെല്ലുണ്ടാകും. സാധാരണ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ സ്മെല്ല് നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. ഒരു പരിധിയെന്നല്ല, എനിക്ക് തോന്നുന്നു നന്നായിട്ട് തന്നെ അത് ഒഴിവാക്കാൻ പറ്റും. അല്ലാണ്ട് വാനില എസൻസ് മാത്രം ചേർത്താൽ ആ ഒരു ബാഡ് സ്മെല്ല് മാറില്ല. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രങ്ങളെല്ലാം നന്നായിട്ട് ഡ്രൈ ആയി തന്നെ ഇരിക്കുന്ന പാത്രങ്ങളായിരിക്കണം. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് നേരത്തെ അടിച്ചു വച്ചേക്കുന്ന മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുട്ടയുടെ വെള്ള പതയ്ക്കുന്നത് പോലെ മുട്ടയുടെ മഞ്ഞ എന്തായാലും നല്ല സ്റ്റിഫായി വരില്ല. ഒരു പേസ്റ്റ് രൂപത്തിലേ ഇരിക്കുകയുള്ളൂ. അത് നമ്മൾ നോക്കണ്ട. നന്നായി പതപ്പിച്ചെടുത്താൽ മതിയാകും.
മുട്ട പതപ്പിച്ച അതേ പാത്രത്തിലേക്ക് തന്നെ, അതായത് മഞ്ഞ പതപ്പിച്ച അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് 50 ഗ്രാം ബട്ടറാണ് ഞാൻ 1/2 കിലോ കേക്കിന് ചേർക്കുന്നത്. 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന പൊടിച്ച പഞ്ചസാര കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫുള്ളായി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 എണ്ണത്തിലും കൂടി 250 ml പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കഴിഞ്ഞു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത്രയും മതിയാകും. നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് പതപ്പിച്ച മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് 3ഉം കൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടണം. ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്യാതെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത്രയും മതിയാകും. ഞാൻ ഇതിന് മുന്നേ ഒരു കേക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഒരുമിച്ചിട്ട് തന്നെ ഞാൻ എല്ലാം കൂടി ബീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അതിലേക്ക് നമുക്ക് 250 ml മൈദാമാവാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് ഞാൻ ചേർത്തേക്കുന്നത്. നേരത്തെ തന്നെ ഞാൻ മൈദാമാവ് 2 തവണ സീവ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ 1 തവണ കൂടി സീവ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ അരിക്കാതെ ചെയ്ത് കഴിഞ്ഞാലും കേക്ക് സോഫ്റ്റ് ആകില്ല. കേക്കിൻ്റെ എല്ലാ വശവും നമ്മൾ ശ്രദ്ധിച്ച് വേണം ഉണ്ടാക്കാൻ. എങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് കിട്ടുള്ളൂ. അങ്ങനെ 1 കപ്പ് മൈദാമാവ് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കറക്കി കളയരുത്. അതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ പോകുമെങ്കിൽ ഇതുപോലൊരു സ്പാച്ചുല വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് ചെയ്താൽ മതിയാകും. ഇതുപോലൊരു മോൾഡാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിനടിയിലേക്ക് ഞാൻ ബട്ടർ ആദ്യം തേച്ച് കൊടുത്തായിരുന്നു. എന്നിട്ടാണ് ബട്ടർ പേപ്പർ വെച്ചേക്കുന്നത്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. രാത്രിയാണ് കേട്ടോ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ടാകും. മൊബൈൽ ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറവുകളും ഒക്കെ ഉണ്ടാകും. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഇപ്പോൾ ഫുള്ളായിട്ടും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് തട്ടിക്കൊടുക്കണം. പിന്നെ 20 മിനിറ്റ് നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് ആ പാത്രം 20 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. 20 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രമാണിത്. ഞാനൊരു ഇഡലി ചെമ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും ഒരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് ഞാൻ മോൾഡ് ഇറക്കി വെച്ചേക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. 50 മിനിറ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് കേക്ക് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പം 1 മണിക്കൂറിന് ശേഷം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു വലിയ കേക്ക് കൂടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ വേറെ കാണിക്കുന്നതായിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഞാനിത് ഐസിങ് ചെയ്യാനാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ.